ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചാപ്റ്റർ 1155 ഒരു ബ്രീഫ് സ്പോയിലർ ആയിരിക്കും. സ്പോയിലേഴ്സ് താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സ്കിപ്പ് അടിച്ചോട്ടോ. അതുപോലെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് ചാപ്റ്റർ 1155 എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കാം. ചാപ്റ്റർ ടൈറ്റിൽ റോക്സ് പൈററ്റ്സ്. ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ ഒരു ഡബിൾ സ്പ്രെഡ് പാനലുണ്ട്. അവിടെ സ്ട്രോഹാർ ക്രൂവിനെ നമുക്ക് കാണാം. അവർ സിറ്റി റൂഫുകളുടെ മുകളിലുള്ള ലാഡറിലൂടെ നടക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഥ തുടരുന്നത് കഴിഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ്. റോക്സ്റ്റി സെബേക്കും ലോക്കിയും തമ്മിലുള്ള സീനിൽ നിന്നാണ്. ആക്ച്വലി നമ്മളിവിടെ റിയലൈസ് ചെയ്യുന്നത് സെബേക്ക് ഒരു യൂണീക് സോഴ്സ്മാൻ ആണെന്നാണ്. സെബേക്ക് ഒറ്റയ്ക്ക് തന്നെ റെവറിയിൽ പങ്കെടുക്കുകയും 5 ഗിഗ്സിനെ അവിടുന്ന് കിഡ്നാപ്പ് ചെയ്യുകയും ചെയ്തു. പിന്നെ പറയുന്നത് അവിടെ നിന്ന് 8 വർഷം മുമ്പുള്ള കുറച്ച് കാര്യങ്ങളാണ്. 8 വർഷം മുമ്പ് സെബേക്ക് റെവറിയിലെത്തുകയും അവിടെ വെച്ച് ഈമോനെ കാണുകയും ചെയ്തിരുന്നു. ഈമോനെ മാത്രമല്ല, അവിടെ വെച്ച് തന്നെ ഹാരൽഡിനെയും സെബേക്ക് കാണുകയുണ്ടായി. റോക്സ് റൂം ഓഫ് ഫ്ലവേഴ്സ് വരെ ചെല്ലുകയും ഈമോനോട് ഞാൻ വീണ്ടും തിരിച്ചു വരുമെന്ന് പറയുകയും ചെയ്യുന്നു. കൂടാതെ റോക്സ് പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഈ ഒരു ചാപ്റ്ററിൽ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. റോക്സ് പറയുന്നത് ഇതാണ്: ഐ ആം എ ഫാൻ ഓഫ് ഡാവി ജോൺസ്. ആക്ച്വലി ഇതിൽ മെൻഷൻ ചെയ്യുന്ന ഡാവി ജോൺസ് ആരാണെന്ന് വ്യക്തമല്ല. പക്ഷെ എനിക്കറിയാവുന്ന, നിങ്ങളിൽ പലർക്കും അറിയാവുന്ന ഒരു ഡാവി ജോൺസ് ഉണ്ട്. പൈററ്റ്സ് ഓഫ് കരീബിയനിലെ ദ ഒക്ടോപസ് മാൻ ഡാവി ജോൺസ്. ഇത് ആരാണ്, എന്താണ്, എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇനി വരുന്ന ചാപ്റ്റേഴ്സുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതുകൂടാതെ റോക്സ് അവിടെ മറ്റൊരു വ്യക്തിയോട് കാണുന്നുണ്ട്. അത് മറ്റാരുമല്ല, ഗുങ്കോ ആണ്. ആക്ച്വലി ഗുങ്കോ ഈമോന്റെ ഒരു പേഴ്സണൽ സെർവൻ്റ് ആയിരുന്നു. പിന്നെ റോക്സും ഹാരലും തമ്മിൽ വലിയൊരു ക്ലാഷ് തന്നെ അവിടെ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ഗോൾഡി റോജറും വൈറ്റ് ബിയർഡും തമ്മിലുള്ള ഹാക്കി ക്ലാഷ് പോലെ ഇതും വളരെയധികം ഭയപ്പെടുത്തുന്നതും വളരെയധികം ഹാക്കി ബേസ്റ്റ് പുറപ്പെടുവിക്കുന്ന തരത്തിലുള്ള ഒന്നായിരുന്നു. പിന്നെ ഈ ഒരു സ്പോയിലർ പറഞ്ഞു പോകുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സെബേക്ക് ഒരിക്കലും ജസ്റ്റിസ് ഗേറ്റ് നശിപ്പിക്കുകയും 10 രൂപട്ടോ മാർക്കുള്ള കപ്പലിൽ നിന്നും പണം കൊള്ളയടിക്കുകയും ചെയ്തിരുന്നു. സെബേക്കിന് ഒരു വലിയ ക്രൂ ഉണ്ടാക്കാൻ വേണ്ടി തന്നെ അവൻ ഡാബി ബാക്ക് ഫെച്ചിൽ കളിക്കുന്നുണ്ട്. പിന്നീട് എൽബാഫിൽ വെച്ച് അദ്ദേഹം തന്റെ ക്രൂവിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഒരു ക്രൂവിൽ മൊത്തം 6 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അവരിൽ ഒരാൾ വാങ്ഷിയാണ്, മറ്റൊരാൾ ഒരു ഗ്യാങ്സ്റ്ററാണ്, പേര് മാർലോൺ. പിന്നീട് കുറച്ച് വർഷങ്ങൾക്കകം എൽബാഫ് വിട്ട ശേഷം റോക്സ് പൈററ്റ് ഐലൻഡ് സ്വന്തം കൺട്രോളാക്കി മാറ്റുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ പറഞ്ഞു പോകുന്നത്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു ചാപ്റ്ററിൽ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഡാവി ജോൺസിന്റെ കാര്യം തന്നെയാണ്. മാത്രമല്ല, ഈ ഒരു ചാപ്റ്ററിലൂടെ സെബേക്ക് ഒരു സോഴ്സ്മാൻ ആണെന്ന കാര്യവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സ്പോയിലേഴ്സിനെ ചാപ്റ്റർ ഇറങ്ങിയതിനു ശേഷം മാത്രമേ നമുക്ക് കൺഫേം ചെയ്യാൻ സാധിക്കുള്ളൂ. എന്തായാലും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. എനിക്ക് നിങ്ങൾക്കൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ നിന്നുണ്ടായിട്ടുള്ള ഒരുപാടധികം ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇനി വരാനിരിക്കുന്ന എപ്പിസോഡിൽ നിന്ന് ലഭിക്കുന്നുള്ള പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്തിരിക്കുക. മൊത്തത്തിൽ ഈ ഒരു ചാപ്റ്ററിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം തന്ന് ലെറ്റ് മീ നോ ഇൻ കമന്റ്സ്.